മാലയ്ക്കും പൊന്നു വെക്കാം, മൂക്കുത്തി കല്ലെല്ലാം വേറെ വെക്കാം. ഇക്കൊല്ലം മേടത്തി കല്യാണം വേണമെങ്കിൽ കയ്യിലെ കല്ലെല്ലാം കൊണ്ടേപ്പോ, ഈ കയ്യിലെ കല്ലെല്ലാം കൊണ്ടേപ്പോ. കാക്കത്തി കാവിലെ കാക്കത്തി പെണ്ണിന് താലിക്കും മാലയ്ക്കും പൊന്നു വെക്കാം, മൂക്കുത്തി കല്ലെല്ലാം വേറെ വെക്കാം. ഇക്കൊല്ലം മേടത്തി കല്യാണം വേണമെങ്കിൽ കയ്യിലെ കല്ലെല്ലാം കൊണ്ടേപ്പോ. കാക്കോത്തി തല്ലുകൊണ്ട് ഞാൻ പറഞ്ഞില്ല നേരാന്ന്. കാക്കോത്തി ശരിക്കും ഉള്ളതാ. കാക്കോത്തിയുടെ ശക്തി കൊണ്ട് എനിക്കിന്ന് തല്ലുകൊള്ളാൻ സമരം വന്നത്. എന്റെ ചേച്ചി കണ്ടിട്ടുണ്ട് കാക്കോത്തിയെ. ഒത്തിരി മുടിയുള്ളൊരു സുന്ദരിയാ കാക്കോത്തി. ഓ പെണ്ണെ, എന്റെ അച്ഛൻ കണ്ടിട്ടുള്ളല്ലേ, വയസ്സിയാ വടിയും കുത്തിപ്പിടിച്ചാ നടക്കുന്നേ. കാക്കോത്തി പെണ്ണും അല്ല വയസ്സിയല്ല, ആളാ ഒരു മുട്ടാനാള്. എന്റെ ചാച്ചൻ കണ്ടിട്ടുള്ളതാ. ആ കാക്കോത്തി ഇല്ല, ഒരു കീക്കോത്തി ഇല്ല. കല്ലും പൊതിയെ ഞാൻ കാണിച്ചു തരട്ടെ. കാക്കോത്തി കാവിലെ കാക്കോത്തി പെണ്ണിന് താലിക്കും മാലയ്ക്കും പൊന്നു വെക്കാം. കാക്കോത്തി കാവിലെ കാക്കോത്തി പെണ്ണിന് താലിക്കും മാലയ്ക്കും പൊന്നു വെക്കാം. ആ ഇതാ കിട്ടിപ്പോയി. ആ കാക്കോത്തി ഇല്ല, ഒരു കീക്കോത്തി ഇല്ല. ദോ കാക്കോത്തിയുടെ കല്ല്. ആരാടാത്? എന്തിനാ എന്റെ വെറ്റിലും പൊതിയെടുക്കാൻ? കാക്കോത്തിയെ കണ്ടിട്ട് എന്തിനാ പേടിച്ചോടിയേ? കാക്കോത്തിക്ക് കുട്ടികളെ വലിയ ഇഷ്ടമാ. കാക്കോത്തിയെ കാണാൻ പറ്റുന്നതും കാക്കോത്തിയുടെ പാട്ട് കേൾക്കാൻ പറ്റുന്നതും ഒക്കെ ഒരു ഭാഗ്യ. ആരാ മുത്തിയമ്മേ കാക്കോത്തി? അത് വലിയൊരു കഥയാ. കാക്കാലത്ത് സുഭദ്രയുടെ കഥ. പണ്ട് ഈ കാവ് ശിവന്റെ കാവായിരുന്നു. അക്കാലത്ത് ഇവിടെ ഉണ്ടായിരുന്നു ഒരു പെണ്ണ്, കാക്കാലത്ത് സുഭദ്ര. ഏഴഴക്, എണ്ണക്കറപ്പ്, ദൈവളെ പോലെ. ചെമ്പത്തൊടുത്ത് ചെങ്കല്ലു മൂക്കൂട്ടിയിട്ട് കല്ലുമാലയും കക്കമാലയും ഇട്ട് ഈ നാട് മുഴുവൻ പാട്ടും പാടി നടന്നു കാക്കാലത്ത് സുഭദ്ര. സുഭദ്രയുടെ പാട്ട് കേട്ട ചെല്ലമ്പള്ളി മഠത്തിലെ ഇളനീലാണ് സുഭദ്രപ്പടിനോട് വല്ലാത്ത കൊതി. ആരായി ഇളനീലാൻ? ഒറ്റക്കാലൻ, ദുഷ്ടൻ, കശ്മലൻ, ദൈവനെ പോലെ. പാട്ടും പാടി നടന്ന കാക്കാലത്ത് സുഭദ്രയുടെ പിന്നാലെ കൊതിയോടങ്ങനെ പാത്തും പതുങ്ങി നടന്നു ഒറ്റക്കാലൻ ഇളനീലാൻ. ഒരിക്കൽ മലക്കറവന്മാരുടെ കുതിരുത്സവത്തിന് നാടകം കളിക്കാൻ വന്ന പാണ്ടിക്കാരുടെ നാടകത്തിൽ ഒരു ഭാഗവതരുണ്ടായിരുന്നു. രസികൻ, മിടുമിടുക്കൻ, കണ്ടാലോ കാമരേകൾ, ദൈവം തന്നെ. ഭാഗവതരുടെ പാട്ട് കേട്ട സുഭദ്ര ഭാഗവതരെ നോക്കി അങ്ങിരുന്നു. എന്തിനു പറയുന്നു, 10ാം ഉത്സവത്തിന്റെ അന്ന് ഭാഗവതരും സുഭദ്രയെ ലോകത്തിലായി. നാട് മുഴുവൻ ഭാഗവതരും സുഭദ്രയെ പാട്ടും പാടി നടന്നു. ഒറ്റക്കാലിന് ഇളമീലാന്റെ മനസ്സിലോ പകയും കുശുമ്പും അങ്ങനെ അങ്ങ് നിറഞ്ഞു. ഒരു മേടമാസ സന്ധ്യയില് അമ്പലക്കുളത്തിൽ നിന്ന് കുളിയും കഴിഞ്ഞ് പഞ്ചാമൃതവും പ്രസാദവും ഒക്കെയായി ഭാഗവതരെ കാണാൻ ചെന്നു സുഭദ്ര. കണ്ടതെന്തവാ? ഹാർമോണിപ്പെട്ടിയുടെ അടുത്ത് ചത്ത് കിടക്കുന്ന ഭാഗവതരെ. വേണ്ട നിൽക്കുന്നു ഒറ്റക്കാലിന് ഇളനീലാനും കുറെ ചട്ടമ്പികളും സുഭദ്രേനെ പിടിക്കാൻ. ഒറ്റ ഓട്ടായിരുന്നു സുഭദ്ര ശിവന്റെ നടയിലോട്ട്, ഇളനീലാനും ചട്ടമ്പികളും പിന്നാലെ. കാവിനകത്തിട്ട് അവര് സുഭദ്രയെ വലിച്ചകറ്റി. അവിടെ കല്ലുമാലയും കക്കമാലയും ഒക്കെ പൊട്ടിച്ചതറി. ഒരു വിലവശയായ അവൾ ശിവപ്രതിഷ്ഠയിൽ കെട്ടിപ്പിടിച്ചു കരഞ്ഞു. അന്നേര് എവിടെ നിന്നെന്നറിഞ്ഞില്ല. സുഭദ്രയ്ക്ക് വല്ലാത്തൊരു ശക്തി അങ്ങ് വന്നു. ശിവലിംഗം കയ്യിലെടുത്ത് വട്ടം ചൊരച്ചു ഒറ്റയടി ഇളമീലാന്റെ തലയ്ക്ക്. ഇളമീലാൻ പിടഞ്ഞു വീണു മരിച്ചു. കാക്കാലത്ത് സുഭദ്ര കാവിലു കുടിയേറി.
അന്നു മുതൽ ശിവന്റെ ഈ കാവ് കാക്കോത്തിക്കാവായി. ഇന്നും വെള്ളാരം കല്ലുകൾ കൊണ്ട് മാല കെട്ടി ഭാഗവതരെയും കാത്തിരിക്കുക കാക്കോത്തി സുഭദ്ര. വെള്ളാരം കല്ലുകൾ ആ നടക്ക വെച്ചു പ്രാർത്ഥിച്ചോളൂ, എന്താഗ്രഹവും കാക്കോത്തി സാധിച്ചു തരും. എവിടായിരുന്നു അത്ര നേരം നോക്കുന്നുണ്ടല്ലോ അവൻ? എടാ ഇതുവരെ എവിടെയായിരുന്നു? പള്ളുക്കുടം വിട്ടിട്ട് നേരെ എത്രയായി? രാവിലെ കാളയ്ക്ക് ഇച്ചിരി കച്ചി പോലിട്ട് കൊടുക്കാതെ പോയി എന്തുവാ? നിന്നോട് ദിവസം കളത്തിന് പറയണോടോ? എടാ പറയണോന്ന്. 3 നേരം മോന്ത മാത്രമായിട്ട് അവനിങ്ങ് വന്നോളൂ. പറയുന്നത് കേട്ടില്ലെങ്കിൽ കൊന്നുകളഞ്ഞാൽ പോടാ. പിള്ളേരായ വെച്ച് വിളമ്പുന്നവർക്ക് ഉപകാരം വേണം. ഇന്നിനി പച്ചവെള്ളം ഞാൻ തരത്തില്ല. പട്ടിണി കിടക്ക്. 1-2 ദിവസം ഒന്നും ചെന്നില്ലെന്ന് വെച്ച് ചത്തുപോത്തൊന്നുമില്ല. ടീച്ചർ പുതിയതായിട്ട് വന്നതാണോ? കാലമത്തായി സാറിന് പകരം വന്നതാണോ ടീച്ചർ? ടീച്ചറിന്റെ വീട് എവിടാ? പേരെന്താ ടീച്ചർ? ആ ബഹളം വേണ്ട. ഇനി ഞാനാ നിങ്ങളുടെ ക്ലാസ് ടീച്ചർ, വത്സല ടീച്ചർ. ഇനി എന്തൊക്കെ അറിയണ്ടേ? ടീച്ചർ തല്ലുവോ? പിന്നെ പറഞ്ഞതനുസരിക്കാതെയും പഠിക്കാതെയും ഇരുന്നാൽ തീർച്ചയായും തല്ലും. ഇനി ആരാ ഈ ക്ലാസ്സിൽ ഏറ്റവും നന്നായിട്ട് പഠിക്കുന്നത്? ഒന്നാമൻ ആരാ? ഉണ്ണി. മിടുക്കൻ. ആ ഇനി ആരാ പഠിക്കാൻ ഏറ്റവും മോശം? ബഹളം വയ്ക്കാതെ ഇരിക്കൂ. ആരാ? മുരളി. മുരളി പാട്ടിന് ഫസ്റ്റാ ടീച്ചർ. അതെയോ? പാട്ടില് മാത്രം മതിയോ? പഠിത്തത്തിൽ ഒന്നാമനാവണ്ടേ? ഇരുന്നോളൂ. ടീച്ചറെ കാള പ്രസവിക്കോ? വണ്ടിക്കാള പ്രസവിക്കോ? കാളയല്ലല്ലോ, പശുവല്ലേ പ്രസവിക്കുന്നത്. ഇവിടെ ഒരു കാള പ്രസവിച്ചിട്ടുണ്ട് ടീച്ചർ. ഈ മുരളിയെ കാള പറ്റുതാ. മുരളി എന്തായി കാണിക്കുന്നേ? വിടോ, വിടാൻ വിടാനല്ലേ പറഞ്ഞത്? വിടോ, മാറി നിൽക്കങ്ങോട്ട്. പറഞ്ഞാൽ അനുസരിക്കത്തില്ലല്ലേ? എന്താ ടീച്ചർ ഇവിടെ ഒരു ബഹളം? ഒന്നുമില്ല, പിള്ളേർ തമ്മിൽ വഴക്കിട്ടതാ. ഇവനിതൊരു പതിവാ ടീച്ചറെ. ഇവനെ ഇങ്ങനെ വിട്ടാൽ ഒക്കത്തില്ല, മഹാശല്യവാ. വാടാ, നിന്നെ ഇനി ഞാൻ കാണിച്ചു തരുന്നുണ്ട്. വേണ്ട ടീച്ചർ, എന്റെ ക്ലാസ്സിൽ ആദ്യമായിട്ടല്ലേ, ഇനി ഞാൻ നോക്കിക്കോളാം. ടീച്ചറങ്ങ് വിട്ടേ. ടീച്ചറെ പുതിയതായിട്ട് വന്നതുകൊണ്ട് തോന്നുന്നതാ. ഇവനെയൊക്കെ എനിക്കറിയാൻ പാടില്ലാത്തോടോ. വാടാ ഇവിടെ. ടീച്ചർ വേണ്ട. പിന്നെ ഈ കുട്ടിച്ചാത്തനെ വെച്ചോണ്ട് എങ്ങനെയാ സാറേ ക്ലാസ് എടുക്കുന്നത്? എന്താ ടീച്ചറെ? പുതിയ ടീച്ചറുടെ ക്ലാസ്സിൽ ഇവന് അടിയുണ്ടാക്കി. പുന്നൂസന്തിനെ മുരളിയെ കാള പറ്റതാണെന്ന് പറഞ്ഞേ, അതുകൊണ്ടല്ലേ ലേളയൊക്കെ ഉണ്ടായേ? മുരളിയെ എല്ലാരും കളിയാക്കും ടീച്ചർ. മുരളി പാവാ. മുരളിക്ക് അച്ഛനും ഇല്ല അമ്മയും ഇല്ല. കാളവണ്ടിക്കാരനെ എവിടുന്നോ കിട്ടിയതാ. അവരൊരുപാട് പണിയെടുപ്പിക്കും. എന്നാലും ഒറ്റ ദിവസം ക്ലാസ് മുടങ്ങത്തില്ല. പഠിക്കണമെന്ന് അവന് വലിയ ഇഷ്ടമാ. നിന്റെ രക്ഷാകർത്താവെന്നും കൊണ്ട് ഒരുത്ത നടപ്പുണ്ടല്ലോ, അയാളെ വിളിച്ചോണ്ട് വന്നിട്ട് ക്ലാസ്സിൽ കയറിയാൽ മതി. വീട്ടിൽ വേണ്ടാത്തതിനൊന്നും ഇവിടെയും വേണ്ട. ഓ പോകാൻ.
കാക്കോത്തി, എനിക്ക് ആരുമില്ല. അച്ഛനും ഇല്ല, അമ്മയില്ല. സാറുമാർക്കും കുട്ടികൾക്കും ആർക്കും എന്നെ കണ്ടുകൂടാ. എനിക്ക് മതിയായി. എനിക്കിനി പഠിക്കണ്ട, സത്യമായിട്ടും പഠിക്കണ്ട.